എൻ്റെ ഇതുവരെയുള്ള നവമാധ്യമ ജീവിതകാലത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മലയാളിയെ സംബന്ധിച്ച് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന, ഏറ്റവും ആത്മവിശ്വാസത്തോടുകൂടി സന്തോഷകരമായി സമാധാനപൂർവ്വം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റൊരാളെ കുറ്റം പറയുക എന്നുള്ളതാണ്. സാമൂഹ്യ മാധ്യമങ്ങളുടെ വരവിന് ശേഷം തീർച്ചയായിട്ടും നമുക്കൊക്കെ മറ്റുള്ളവരുടെ കുറ്റം പറയേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വന്നു ഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അതിനുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ തീർച്ചയായിട്ടും നമ്മുടെ നവമാധ്യമങ്ങൾ തന്നെ ഇട്ടുതരുന്നുമുണ്ട്. നമ്മളെല്ലാവരും ഒരു സംഭവത്തോട് സ്വാഭാവികമായി പ്രതികരിക്കാൻ കഴിവുള്ള ആളുകൾ തന്നെയാണ്. ഓരോരുത്തരും ഓരോ നിലയിൽ അത് ചെയ്യുന്നു എന്ന് മാത്രം. ഇങ്ങനെ ഒരു സാങ്കേതിക സാഹചര്യമുള്ളതിൻ്റെ ഫലമായിട്ട് ഞാൻ ഈ വഴി ഇതുപോലുള്ള അഭിപ്രായങ്ങൾ പറയുന്നു. ചിലർ അതുപയോഗിക്കാതെ സുഹൃത്തുക്കൾക്കിടയിൽ മാത്രമായിട്ട് സംസാരിക്കുന്നു. സ്വാഭാവികമായും മറ്റു യൂട്യൂബർമാർ അവരുടേതായിട്ടുള്ള ഇതുപോലുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ വിശാലമായിട്ടുള്ള ഒരു സമൂഹത്തോട് അവർ സംസാരിക്കുന്നു. അപ്പോൾ ഒരു 99% ആളുകൾക്കും മനുഷ്യർക്കും തീർച്ചയായിട്ടും അപരനെ കുറ്റം പറയേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഇന്നുണ്ട്. കാരണം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അത്രമാത്രം വിവരങ്ങളാണ്, അത്രമാത്രം സംഭവങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. എല്ലാത്തിനോടും നമുക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു പ്രതികരണമുണ്ടാവും, അഭിപ്രായമുണ്ടാവും. സ്വാഭാവികമായിട്ടും ഏത് വിഷയത്തിലും ഒരാളെ നമുക്ക് കുറ്റക്കാരനാക്കാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ കുറ്റം പറയാതെ ഒരു മലയാളിക്ക് ഒരു ദിവസം കടന്നു പോകാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അങ്ങേയറ്റം സഹിഷ്ണുതയോടെ അംഗീകരിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും സഹിക്കാനും കഴിയുന്നത് അവനവൻ്റെ കുറ്റങ്ങളുമാണ്. അതും പറയാതെ പറ്റില്ല, അല്ലേ? സ്വന്തം കുറ്റങ്ങളെ നമുക്ക് അത്രത്തോളം കുറവായിട്ട് തോന്നിയിട്ടില്ല. നമ്മൾ അതിന് നേരെ ക്ഷമിക്കും, സഹിക്കും, കണ്ണടയ്ക്കും. ശരിയല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനും ഇതിൽ നിന്നൊന്നും വേറിട്ട് നിൽക്കുന്ന ഒരാളല്ല. എനിക്കും ഇതേ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, എത്രത്തോളം അതിനെ നല്ല നിലയിൽ കൈകാര്യം ചെയ്യാൻ കഴിയും, കുറ്റം പറയാനുള്ള ഒരു വാസനയെ എങ്ങനെ അടക്കാൻ കഴിയും എന്നുള്ള ഒരു പരീക്ഷണമാണ് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ. കാരണം എനിക്കിന്ന് പറയാനുള്ളത് ഷെയ്ൻ നിഗത്തെ കുറിച്ചാണ്. ഷെയ്ൻ നിഗം എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ നടൻ തീർച്ചയായിട്ടും ഇന്ന് ഒരുപാട് നിലയിൽ അധിക്ഷേപിക്കപ്പെടുന്നുണ്ട്. അധിക്ഷേപിക്കപ്പെടാനുള്ള അവസരം അദ്ദേഹം തന്നെ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു പരിഹാസി അയാളുടെ പരിഹാസ പദത്തിന്റെ പുരുഷ രൂപമായി നമ്മളുടെ മുന്നിൽ, സമൂഹത്തിന് മുന്നിൽ അവതരിക്കുന്നു എന്നുള്ളതാണ് ഷെയ്ൻ നിഗത്തിന് വന്നിരിക്കുന്ന ഏറ്റവും വലിയ ശോചനീയമായിട്ടുള്ള അവസ്ഥ. ഒരു പരിഹാസി അയാളുടെ പരിഹാസ പദത്തിന്റെ പുരുഷ രൂപമായി മാറുന്ന ഒരവസ്ഥ. ഒരുപാട് പറയണില്ല, പറഞ്ഞതിൽ കണ്ണൊക്കെ അറിഞ്ഞു അങ്ങനത്തെ സീനിലാണ് നിൽക്കണത്. അതായത് ഊംഫി എന്ന് പറയുന്ന ഒരു പ്രയോഗം ഉണ്ണി മുകുന്ദന് നേരെ ഷെയ്ൻ നിഗം നടത്തി. ഊംഫി, സത്യത്തിൽ ഊംഫി എന്ന് പറയുന്ന പരിഹാസ പദം അതിന്റെ ആൾ രൂപമായി ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് ഷെയ്ൻ നിഗം. അദ്ദേഹത്തിന്റെ പുതിയ സിനിമ വന്നു, മദ്രാസുകാരൻ എന്നോ മറ്റോ പറയുന്ന ഒരു പടം. ആ സിനിമയുടെ കച്ചവടപ്പണിയുമായിട്ട് ഇറങ്ങിയ സമയത്ത് അദ്ദേഹം അനുഭവിക്കുന്ന കഷ്ടതകൾ, ആ മനുഷ്യൻ കൂപ്പുകൈകളോടുകൂടി സമൂഹത്തെ നോക്കി ഉപദ്രവിക്കരുത് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ യാചന, ഇതെല്ലാം നമ്മളൊക്കെ കാണുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഊംഫി എന്ന അദ്ദേഹത്തെ എതിർക്കുന്ന ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ദൈന്യതയാണ് ആ മനുഷ്യന്റെ ശരീരഭാഷ പ്രകടിപ്പിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ സംസാരത്തിൽ, ഇന്റർവ്യൂകൾ ഞാൻ കണ്ടിരിക്കുന്നതിലും അകത്തൊന്നും ആരോടെങ്കിലും ഒരു ദുഷിപ്പ് ആ മനുഷ്യൻ പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം അല്ലെങ്കിൽ പരിഹസിച്ചുകൊണ്ട് നിന്ദിച്ചുകൊണ്ട് ഉണ്ണി മുകുന്ദൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എൻ്റെ ചെവിയിൽപ്പെട്ടിട്ടില്ല അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു കുറ്റപ്പെടുത്തൽ. ആ ഒരു ശബ്ദം എൻ്റെ ചെവിയിൽ വന്നിട്ടില്ല. ഉണ്ണി മുകുന്ദൻ ആരെയെങ്കിലും പരിഹസിക്കുന്നത്, അത് തൻ്റെ സഹപ്രവർത്തകൻ എന്നല്ല, ഏതെങ്കിലും ഒരു വ്യക്തിയെ അങ്ങനെ പരിഹസിക്കുന്നതായിട്ട് പോകാൻ കണ്ടിട്ടില്ല. പക്ഷേ ഷെയ്ൻ നിഗം ഒരു 6-7 മാസം മുന്നേ ഉള്ള അദ്ദേഹത്തിൻ്റെ ലിറ്റിൽ ഹാർട്സ് എന്ന് പറയുന്ന സിനിമയുമായി അതിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഇരുന്നു കൊണ്ട്, അന്ന് ബാബുരാജ്, മഹിമ നമ്പ്യാർ, ഷെയ്ൻ, പിന്നെ രശ്മി സുവി, അങ്ങനെയാണെന്ന് തോന്നുന്നു അവരുടെ പേര്, അങ്ങനെ 4 പേരും കൂടി ഇരുന്നുകൊണ്ട് വെറൈറ്റി മീഡിയയിൽ ഇരുന്ന് ഒരു സംസാരം നടത്തിയപ്പോഴാണ് ഈ ഊംഫി എന്ന് പറയുന്ന പ്രയോഗം സംഭവിച്ചത്. തീർച്ചയായിട്ടും അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു പ്രയോഗമാണ്. അത് ഒരു തരത്തിൽ നമുക്ക് അംഗീകരിക്കാനോ മാനിക്കാനോ കഴിയുന്നതല്ല. അതൊക്കെ എവിടെ നിൽക്കട്ടെ. ഞാൻ ഇന്ന് ഈ സംസാരം തുടങ്ങുന്നതിന് മുന്നേ വെറൈറ്റി മീഡിയയിലെ ആ പരിപാടി ഒന്ന് കണ്ടു, വീണ്ടും ഒരിക്കൽ കൂടി കണ്ടു. അപ്പോഴെനിക്കൊരു കാര്യം മനസ്സിലായി. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിച്ചു പോയതാണ്. അതൊരു സാധാരണ വിവരമില്ലായ്മയിൽ നിന്ന്, ആലോചനക്കുറവിൽ നിന്ന്, പരിഭ്രമത്തിൽ നിന്ന്,
ഒരു പരാജയ ബോധത്തിൽ നിന്ന് ഏതോ ഒരു തരം അപകർഷത കുടുങ്ങിയതിൻ്റെ ഫലമായി തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സംഭവിച്ചു പോയതാണ്. അതിലേക്ക് വഴിവെച്ചത് വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന ആ ഒരു ചാനലിലെ അവതാരകയുടെ ഒരു പ്രയോഗവുമാണ്. മഹിമയിലേക്ക് വരുമ്പോഴുണ്ടല്ലോ, ഏത് ആക്ടറിന്റെ കൂടെ ആക്ട് ചെയ്താലും ആ ഒരു കോംബോക്ക് ഭയങ്കര ഫാൻസാണ്. ഇപ്പം RDXൽ ഇപ്പോൾ ഷെയ്ൻ്റെ കൂടെ ആയിരുന്നെങ്കിലും, ഇപ്പോൾ ജെ ഗണേഷ് വരുമ്പോൾ ഉണ്ണിമുകുന്ദന്റെ കൂടെ ആയിരുന്നെങ്കിലും, വീണ്ടും ഇതിലേക്ക് വരുമ്പോൾ ആ ഒരു കോംബോ അതെങ്ങനെ ഇത്രയും വർക്കൗട്ട് ആക്കി എടുക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഏത് ഹീറോയുടെ അഭിനയിച്ചാലും അല്ല, അത് ക്യാരക്ടേഴ്സിന്റെ ആയിരിക്കും. ഈ പറയുന്ന അവതാരക ഒരു ചോദ്യം ഉയർത്തുന്നുണ്ട്. ചോദ്യമല്ല, ഒരു പ്രസ്താവന നടത്തുകയാണ്. അതായത്, പക്ഷെ എനിക്ക് ബേസിക്കലി മഹിമ ഉണ്ണിമുകുന്ദൻ കോംബോ ആണ് കൂടുതൽ ഇഷ്ടം. ഷെയ്ൻ നിഗം മഹിമ നമ്പ്യാരുടെ അടുത്തിരുന്നു കൊണ്ടാണ് ഇത് കേൾക്കേണ്ടി വരുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ ഒരല്പം അസ്വസ്ഥത ആ മനുഷ്യനുണ്ടായിട്ടുണ്ടാവാം. ഒരു കുശുമ്പ്, ഒരു കുന്നായ്മ, ഒരു അസൂയ, അതല്ലെങ്കിൽ ഒരു തളർച്ച അത് തോന്നിയിട്ടുണ്ടാവാം. മഹിമ നമ്പ്യാർ കൃത്യമായിട്ടും അതിനെ വളരെ ഭംഗിയായിട്ട് ആ ഒരു സമയത്തെ കൈകാര്യം ചെയ്തു. ഞാൻ ആക്ച്വലി മഹിമ ഉണ്ണിമുകുന്ദൻ ഫാൻ്റെ ആളാണ്. ഞാനോ നമ്മള് ഇന്നലെ വരെ വേറെ ഫാനായിരുന്നു. ഞാൻ അല്ലല്ല, ഞാൻ ഉണ്ണിമുകുന്ദൻ ഫാനാണ്. ബേസിക്കലി ഒരു ചേർച്ച വെച്ചിട്ട് ഒരു പെർസ്പെക്റ്റീവിലല്ലേ ഇല്ല, കണക്കാ. മഹിമ പറഞ്ഞ കാര്യം ഇതാണ്, ഞാനും ഷെയ്നുമായിട്ടുള്ള കോംബോയാണ് എനിക്കിഷ്ടം എന്നാണ് പറഞ്ഞത്. അത് സത്യമാവട്ടെ അസത്യമാവട്ടെ, പക്ഷെ അതൊരു താങ്ങാണ്. താങ്ങെന്ന് പറഞ്ഞ പരിഹാസ താങ്ങെന്നല്ല അർത്ഥം. അത് തീർച്ചയായിട്ടും ഷെയ്ൻ നിഗം എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു പിന്തുണ കൊടുത്തതാണ്. അവിടെ ഒരു താരതമ്യം നടക്കുമ്പോൾ അദ്ദേഹത്തിന് അടുത്തിരുന്നു കൊണ്ടാണ് പറയുന്നത് മഹിമയും ഉണ്ണിയും തമ്മിലുള്ള ഒരു കോംബോയാണ് എനിക്കിഷ്ടം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സമൂഹത്തിന് അതാണ് ഇഷ്ടം എന്ന് പറയുന്ന തരത്തിൽ ഈ അവതാരിക അവതരിപ്പിച്ചതിൻ്റെ ഒരു കുഴപ്പമാണ്. ഒരു യൂട്യൂബ് ചാനൽ അവതാരിക എന്ന് പറയുമ്പോൾ അവരുടെ ഒരു അടിസ്ഥാന യോഗ്യത ഞാൻ മനസ്സിലാക്കുന്നത് സാമാന്യ സൗന്ദര്യം വേണം, സാമാന്യ ബുദ്ധിയുടെ അഭാവം. ഇത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സാധാരണ യൂട്യൂബ് ചാനലിലെ ഒരു അവതാരകയാവാം. അതിനപ്പുറത്തേക്ക് അവർക്ക് എന്താണ് ഒരു സാമൂഹ്യ ബോധമുള്ളത്? പലർക്കും ഞാനിപ്പോൾ അതല്ല നമ്മളുടെ വിഷയം എന്നുള്ളത് കൊണ്ട് ആരെയും അങ്ങനെ കുറ്റം പറയരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനായിട്ടുള്ള പരിശ്രമം നടത്തുമ്പോൾ ഞാൻ അങ്ങനെ പറയാനും പാടില്ല. എങ്കിൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കുക, ആ ഒരു പെൺകുട്ടിയുടെ അനാവശ്യമായിട്ടുള്ള പ്രസ്താവന അതാണ് ഈ ഷെയ്ൻ നിഗത്തെ ശരിക്കും പറഞ്ഞാൽ പെടുത്തിക്കളഞ്ഞത്. അവിടെ മുതൽ ആ ഒരു ഇന്റർവ്യൂ മുഴുവൻ തന്നെ ചളമായിരുന്നു. കാരണം ബാബുരാജും ഷെയ്ൻ നിഗവും കൂടി ചേർന്നുകൊണ്ട് അടിസ്ഥാന മര്യാദ പോലും ഇല്ലാതെയാണ്. അതായത് മഹിമ നമ്പ്യാർ ഒരു കാര്യം പറയാൻ തുടങ്ങുമ്പോൾ അതിനിടയിൽ അനാവശ്യമായിട്ടുള്ള ചളിയടിക്കുക. അതേപോലെ തന്നെ ആ രശ്മി സുവി എന്ന് പറയുന്ന നടിക്കുക, അവർക്ക് ആ സംസാരിക്കാനുള്ള അവസരമേ അവർ കൊടുക്കാതിരിക്കുക വളരെ പരിതാപകരമാണ്. മാത്രമല്ല അവർ വളരെ ഗൗരവത്തോടെ, രശ്മി സുവി വളരെ ഗൗരവത്തോടുകൂടി കാര്യം പറയാൻ വരുന്ന സമയത്ത് ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് മോശമായിട്ട് എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുക. അതേപോലെ മഹിമ നമ്പ്യാരെ പറഞ്ഞു പൂർത്തിയാക്കാൻ അവരുടെ മനസ്സിലുള്ളത് അതേപോലെ പുറത്തേക്ക് കൊണ്ടുവരാൻ അനുവദിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള എല്ലാ കുഴപ്പങ്ങളും സംഭവിച്ചു. അതൊക്കെ പെരുമാറ്റ വൈകല്യത്തിൻ്റെയോ അല്ലെങ്കിൽ അവർ ആ സമയത്ത് ഉപയോഗിച്ച എന്തെങ്കിലും തരത്തിലുള്ള ആഹാരത്തിൻ്റെയോ അല്ലെങ്കിൽ കുടിച്ചതിൻ്റെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം. അത് ബാഹ്യമായ എന്തെങ്കിലും ഒരു ഇടപെടലുകൾ കാണും. അവരുടെ ബുദ്ധിയെ സ്വാധീനിച്ച മറ്റെന്തെങ്കിലും രസങ്ങൾ കണ്ടേക്കാം. അതിന്റെ ഇടപെടൽ കൊണ്ടായിരിക്കാം സ്വാഭാവികമായിട്ടും അങ്ങനെ സംസാരിച്ചത്. ചേച്ചിക്ക് ഈ ക്വസ്റ്റ്യൻ്റെ തന്നെ കണ്ടിന്യൂഷൻ, ചേച്ചി കണ്ടല്ലേ ലിറ്റിൽ ഹാർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തി ആരായിരുന്നു? എന്റെ ഹസ്ബൻഡ്. മറ്റേ ആള് ചേച്ചി പറയട്ടെ. അതിന്റെ ആളാണ്. ഞാൻ വന്നപ്പോ മുതലില്ല ചെന്നായ്കൾ എന്നെ കൂട്ടം കൂടി അടിക്കാൻ നോക്കാം. ഇവിടെ എന്തെങ്കിലും ഒരു റൂം ഉണ്ടാക്കണമെന്ന രീതിയിലാണ് ഞാനും നമ്മുടെ ടീം മൊത്തമായിട്ട് വന്നത്. ഇനി ഇവിടെ ഞാൻ മതി. ഹെൽപ്പ്